ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ ഇന്ന് ഫങ്ഷണൽ അറബിക് ബ്ലോക്ക് 1 യൂണിറ്റ് 4 എക്സസൈസസ് ആണ്. ആഹ് അപ്പൊ നമുക്ക് തുടങ്ങാം. പരീക്ഷ നാളെ മറ്റന്നാളാണല്ലോ, ഞായറാഴ്ച ആണല്ലോ. അപ്പോ അധികം വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും എനിക്ക് തോന്നുന്നു ഈ ബ്ലോക്ക് 1 കംപ്ലീറ്റ് ആക്കാൻ പറ്റും തോന്നുന്നു. ഒരു വീഡിയോ കൂടി, ഒരു 2 വീഡിയോ കൂടി ചെയ്യാൻ പറ്റുന്ന തോന്നുന്നു. നോക്കട്ടെ. അപ്പൊ എല്ലാവരും നല്ലോണം പഠിക്കേണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അറിഞ്ഞതിൽ വളരെ സന്തോഷിക്കുന്നു. പക്ഷെ ആദ്യമായിട്ട് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോഴേ എനിക്കൊരു ഉഷാറുണ്ടാവുള്ളൂ. തുടങ്ങാം. അപ്പോ ഇവിടെ തംരീൻ 1 അസ്ഇല വ അജ്വബ അലൻ നസ്സി, പാഠത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ്. ചോദ്യം മാത്രമേ പാഠത്തിലുള്ളൂ, ഉത്തരം ഞാൻ എഴുതിയിട്ടുള്ളതാണ്. അവിടെ സുആല്, ചോദ്യം, മാതാ യഫ്അലു തലാമീദു ഫി അയ്യാമി ദിറാസത്തി. അയ്യാമു ദിറാസത്ത് എന്ന് പറഞ്ഞാല് അതായത് വർക്കിംഗ് ഡേയ്സ്, അതായത് പഠിപ്പുള്ള ദിവസം, പഠിക്കാൻ പോകുന്ന ദിവസങ്ങളില് വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യുന്നത് എന്ന്. അതിന്റെ ഉത്തരം ഞാൻ എഴുതിയുള്ളത് ജവാബ്, യദ്ഹബു തലാമീദു ഇലൽ മദ്രസത്തി വയദ്റുസു. അവര് ഇത് ഉദാഹരണമായിട്ട് കൊടുത്തുള്ളതാണ്. യദ്ഹബു തലാമീദ്, വിദ്യാർത്ഥികൾ പോകുന്നു, ഇലൽ മദ്രസത്തി, മദ്രസയിലേക്ക്, വയദ്റുസുൻ, പഠിക്കുകയും ചെയ്യുന്നു. പിന്നെ മാതാ യഫ്അലു തലാമീദു ഇൻദമാ യഊദൂന ഇലാ ബുയൂതിഹിം. ഇവിടെ ഒരു പുതിയൊരു ഒരു വാക്കിന്റെ പ്രയോഗമാണ് ഇൻദമാ എന്നുള്ളത്. ഇൻദമാ യഊദൂന, മാതാ യഫ്അലു തലാമീദു, വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യുന്നത്, ഇൻദമാ യഊദൂന, അവർ മടങ്ങി വന്നാൽ, ഇലാ ബുയൂതിഹിം, അവരുടെ വീടുകളിലേക്ക് മടങ്ങി വന്നാൽ, സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി വന്നാൽ വിദ്യാർത്ഥികൾ എന്താ ചെയ്യുന്നത്? ഉത്തരം, യജ്തഹിദൂന തലാമീദു, വിദ്യാർത്ഥികള് സ്ട്രഗിൾ ചെയ്യുന്നു. അത് അവര് വളരെ കഠിനാധ്വാനം ചെയ്യുന്നു. ഫി അദാ ഇൽ വാജിബി, ഹോംവർക്ക് ചെയ്യാൻ. വയസ്തദ്കുറൂന, പഠിച്ചത് ഓർമ്മിക്കാനും. വയസ്തായിദൂന യൗമിത്താലി, യൗമുത്താലി എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസത്തേക്ക് വേണ്ടി അവര് പ്രിപ്പയർ ചെയ്യാനും അവർ വളരെ സ്ട്രഗിൾ ചെയ്യുന്നു എന്ന്. യജ്തഹിദൂന തലാമീദു, വിദ്യാർത്ഥികള് കഠിനാധ്വാനം ചെയ്യുന്നു. ഫി അദാ ഇൽ വാജിബി, ഹോംവർക്ക് ചെയ്യാൻ. വയസ്തദ്കുറൂന, അവര് മെമ്മറൈസ് ചെയ്യുന്നു. വയസ്തായിദൂന, അവര് പ്രിപ്പയർ ചെയ്യുന്നു. യൗമിത്താലി, അടുത്ത ദിവസത്തേക്ക് വേണ്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മാതാ യുഹാവിലു തലാമീദു അൻ യഫ്അലു ഫിൽ ഇജാസത്തിൽ ഉസ്ബുഇയ്യ. മാതാ യുഹാവിലു എന്ന് പറഞ്ഞാൽ എന്താണ് അത്തലാമീദു, വിദ്യാർത്ഥികള് ശ്രമിക്കുന്നത് എന്താണ്? അൻ യഫ്അലു, ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണ്? ഫിൽ ഇജാസത്തിൽ ഉസ്ബുഇയ്യ, വീക്ക്ലി ഹോളിഡേയ്സ്. ഇജാസത്തിൽ ഉസ്ബുഇയ്യ എന്ന് പറഞ്ഞാല് വീക്ക്ലി ഹോളിഡേയ്സ്. അപ്പൊ വീക്ക്ലി ഹോളിഡേയ്സില് അവര് എന്താണ് ചെയ്യാൻ ശ്രമിക്കുക? അതിന്റെ ഉത്തരം യുഹാവിലു തലാമീദു. അപ്പൊ മാതാ യുഹാവിലു എന്ന് ചോദിച്ചാൽ യുഹാവിലു തലാമീദു, മാതാ യുഹാവിലു തലാമീദു എന്ന് ചോദിച്ചാൽ യുഹാവിലു തലാമീദു എന്നുള്ള ഉത്തരം. പിന്നെ ഇവിടെ അൻ യഫ്അലു എന്നുള്ളതിന് പകരം ആ ഫിയൽ എന്താണെന്ന്, അൻ യസ്തരിഹു, അവര് വിശ്രമിക്കുന്നു. മിൻ താബിൽ ഉസ്ബുഇ, ഒരു കംപ്ലീറ്റ് ആഴ്ചയിലെ ബുദ്ധിമുട്ടിൽ നിന്ന്. അവര് മിൻ താബ് എന്ന് പറഞ്ഞാല് ബുദ്ധിമുട്ട്, അൽ ഉസ്ബുഇ. ഫിൽ ഇജാസത്തിൽ ഉസ്ബുഇയ്യ, വീക്ക്ലി ഹോളിഡേയ്സില് അവര് വിശ്രമിക്കുന്നു. ആ വിശ്രമിക്കുക എന്ന് പറഞ്ഞാല് ചിലപ്പോ ഹോബീസ് ചെയ്തിട്ടായിരിക്കും, അങ്ങനെ പല ഇതുണ്ടാവാം.
മാതാ യഫ്അലു ബഅദുന്നാസി ഫിൽ ഇജാസത്തി തവീല. ബഅദുന്നാസ് എന്ന് പറഞ്ഞാൽ ചില ആളുകള്, ബഅദുന്നാസ് ചില ആളുകള് എന്താണ് ചെയ്യുന്നത്? ഫിൽ ഇജാസത്തി തവീല, ലോങ് വെക്കേഷനില് ചില ആളുകള് എന്താണ് ചെയ്യുന്നത്? അതിന്റെ ഉത്തരം ബാദുന്നാസി, ചില ആളുകൾ ഫിൽ ഇജാസത്തി തവീല, ലോങ് വെക്കേഷനില് യുഫല്ലിലൂന സഫറ, അവര് യാത്ര ചെയ്യാൻ യാത്ര ചെയ്യലിനെ അവര് പ്രിഫർ ചെയ്യുന്നു. അതായത് അവര് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിട്ട് അവര് തെരഞ്ഞെടുക്കുന്നു. ലി മുഷാഹദത്തി ബിലാദിൻ ജദീദ, ഒരു പുതിയ രാജ്യം സന്ദർശിക്കാൻ, ഒരു പുതിയ രാജ്യം കാണാൻ. മുക്കാബലത്തി അഹ്ലിഹ, ആ അവിടുത്തെ ആളുകളുമായിട്ട് ഒന്ന് കണ്ടുമുട്ടാനും, വല്ലിത്ലാഅല ഹളാറത്തിഹിം, അവരുടെ സംസ്കാരവുമായിട്ടൊന്ന് എഴുകിച്ചേരാനും, വതരീഖത്തി ഹയാത്തിഹിം, അവരുടെ ജീവിത രീതികൾ, അവരുടെ ജീവിത രീതികളെ പറ്റി മനസ്സിലാക്കാനും ആണ് ചില ആളുകള് ഇഷ്ടപ്പെടുക. അപ്പോ വേറുള്ള ചില ആളുകള് കുറച്ചധികം ദിവസങ്ങള് ഹോളിഡേ ആയിട്ട് കിട്ടിയാൽ അവര് ഒരു വിദേശ രാജ്യത്തേക്ക് പോയി അവിടുത്തെ ആളുകളെയും അവിടുത്തെ സംസ്കാരത്തെയും ഒക്കെ അവിടുത്തെ ജീവിത രീതികളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നു. പിന്നെ മാതാ യഫ്അലു ആദത്തൻ, ആദത്തൻ എന്ന് പറഞ്ഞാല് യൂഷ്വലി. മാതാ യഫ്അലു, മാതാ തഫ്അലു, ഇത് പാഠത്തിലുള്ള ചോദ്യമല്ല, പക്ഷെ ഇത് നമ്മളോടുള്ള ഒരു ചോദ്യമാണ്. ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ഇടയ്ക്ക് മാതാ തഫ്അലു, നീ എന്താണ് ചെയ്യാ? ആദത്തൻ, യൂഷ്വലി. ഫിൽ ഇജാസത്തിൽ ഉസ്ബുഇയ്യ, വീക്ക്ലി ഹോളിഡേയ്സില് നീ എന്താണ് ചെയ്യാന്ന്. അപ്പൊ അതിന്റെ ഉത്തരം ഈ തഫ്അലു, മാതാ തഫ്അലു എന്ന് ചോദിച്ചാൽ നീ എന്താണ് ചെയ്യാ എന്നുള്ള മാതാ തഫ്അലു എന്ന് ചോദിച്ചാൽ ഇവിടെ അതിന്റെ ഉത്തരം അഫ്അലു എന്നായിരിക്കണം, എന്ന് പറഞ്ഞാൽ അഖ്റഉ എന്നായിരിക്കണം, അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നതെങ്കിൽ അതായിരിക്കണം, അല്ലെങ്കിൽ അക്തുബു അല്ലെങ്കിൽ അല്ലാബു എന്ന് പറഞ്ഞാല് മുത്തകല്ലിമിന്റെ സിയാലായിരിക്കണം അതിന്റെ ആൻസർ. അവിടെ മാതാ തഫ്അലു, നീ എന്താണ് ചെയ്യുന്നത്? ആദത്തൻ യൂഷ്വലി ഫിൽ ഇജാസത്തിൽ ഉസ്ബുഇയ്യ, വീക്ക്ലി ഹോളിഡേയ്സില്. അതിന്റെ ഉത്തരം ഫിൽ ഇജാസത്തിൽ ഉസ്ബുഇയ്യ, വീക്ക്ലി ഹോളിഡേയ്സില് ആദത്തൻ യൂഷ്വലി അന അഖ്റഉൽ കുതുബ, ഞാൻ പുസ്തകങ്ങൾ വായിക്കുന്നു. വഅമലു ഫി ഹദീഖത്തി, എന്റെ തോട്ടത്തിൽ ഞാൻ പണിയെടുക്കുകയും ചെയ്യുന്നു. ബുക്കുകൾ വായിക്കും, പിന്നെ എന്റെ തോട്ടത്തില് ഞാൻ കുറച്ച് പണിയെടുക്കും. ഇനി ബി, രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ഗ്രൂപ്പ്. അപ്പൊ ഇവിടെ ഇത് മാതയാണ്, മാത ഇസ്തിഫാമിന്റെ ഹർഫാണ്. ഇവിടെ അടുത്തത് അയിനയാണ്. അയിന എന്ന് പറഞ്ഞാൽ എവിടെ, മാത എന്ന് പറഞ്ഞാൽ വാട്ട്, എന്ത്, അയിന എവിടെ. അയിന യാമലു തലാമീദു തജാറുബ, വിദ്യാർത്ഥികള് എവിടെയാണ് പരീക്ഷണങ്ങള് നടത്തുന്നത്? അയിന യാമലു തലാമീദു അത്തജാറുബ, പരീക്ഷണങ്ങൾ നടത്തുന്നത് എവിടെയാണ് വിദ്യാർത്ഥികള്? അതിന്റെ ജവാബ് ഇത് ബുക്കിൽ കൊടുത്തിട്ടുള്ള ജവാബാണ്. യാമലു തലാമീദു അത്തജാറുബ ഫിൽ മാമലി, പരീക്ഷണശാലയിലാണ്, ലാബറട്ടറിയിലാണ് അവര് പരീക്ഷണങ്ങൾ നടത്തുന്നത്. പിന്നെ അയിന യൽഅബു തൽമീദു, വിദ്യാർത്ഥി എവിടെയാണ് കളിക്കുന്നത്? മാ അസ്തിഖാഇഹി, അവന്റെ ചങ്ങാതിമാരോടുകൂടി. ഫിൽ ഇജാസത്തിൽ ഉസ്ബുഇയ്യ, വീക്ക്ലി ഹോളിഡേയ്സില് വിദ്യാർത്ഥി എവിടെയാണ് കളിക്കുന്നത്? എന്റെ ഉത്തരം യൽഅബു തൽമീദു, വിദ്യാർത്ഥി കളിക്കുന്നു. മാ അസ്തിഖാഇഹി, അവന്റെ ചങ്ങാതിമാരോടുകൂടി. ഫിൽ ഇജാസത്തിൽ ഉസ്ബുഇയ്യത്തി, വീക്ക്ലി ഹോളിഡേയ്സില്. പിന്നാദിർ റിയാദി, സ്പോർട്സ് ക്ലബിൽ. നാദിർ റിയാദ് എന്ന് പറഞ്ഞാല് സ്പോർട്സ് ക്ലബ്ബ്, നാദിർ റിയാദ് സ്പോർട്സ് ക്ലബ്ബ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, അയിന യുമാരിസു ബഅദു തലാമീദി ഹവായാത്തുഹും, അയിന യുമാരിസു, എവിടെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? ബഅദു തലാമീദി, ചില വിദ്യാർത്ഥികള് എവിടെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? ഹവായാത്തുഹും, അവരുടെ ഹോബികള് എവിടെയാണ്, എവിടെ വെച്ചാണ് അവരുടെ ഹോബികള് ചെയ്യുന്നത്?
പലർക്കും പല ഹോബീസ് ആയിരിക്കും. ചിലർക്ക് കളിക്കലായിരിക്കും, ചിലര് വീട്ടിലിരുന്ന് ബുക്ക് വായിക്കലായിരിക്കും. എന്തായാലും അവിടെ ഉത്തരം യുമാറിസു, മാറസ യുമാരിസു, യുമാരിസു ആണ്. യുമാരിസു ബാദു തലാമീദി, ചില വിദ്യാർത്ഥികൾ പ്രാക്ടീസ് ചെയ്യുന്നു, ഹവായാത്തുഹും അവരുടെ ഹോബികള്, ഫിൽ ബൈത്തി വീട്ടിലിരുന്നിട്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, അയന യുസാഫിറു, സാഫറ യുസാഫിറു, അയന യുസാഫിറു ബാദുന്നാസി, ചില ആളുകള് എവിടേക്കാണ് യാത്ര പോകുന്നത്, ഫിൽ ഇജാസാത്തി തവീലത്തി, ലോങ് ഹോളിഡേയ്സില്, ലോങ് വെക്കേഷനില് ചില ആളുകള് എവിടേക്കാണ് യാത്ര പോകുന്നത്. ബാദുന്നാസി, ചില ആളുകള് ഫിൽ ഇജാസാത്തി തവീലത്തി, ലോങ് വെക്കേഷനിലെ യുസാഫിറൂന, അവര് യാത്ര പോകുന്നു, ഇലാ ബിലാദിൻ ജദീദത്തിൻ, ഒരു പുതിയ രാജ്യത്തിലേക്ക്, ലിമുഖാബിലത്തി അഹ്ലിഹ, അതിലെ ആളുകളെ കണ്ടുമുട്ടാൻ, ഹദാറത്തിയും അവരുടെ സംസ്കാരങ്ങളിലേക്ക്, സംസ്കാരങ്ങളെ മനസ്സിലാക്കാനും, തരീഖത്തി ഹയാത്തിയും അവരുടെ ജീവിത രീതികളെ സംബന്ധിച്ച് മനസ്സിലാക്കാനും. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു നേരിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അയിന തഖ്ലി, നീ എവിടെയാണ് ചെലവഴിക്കുന്നത്, വഖ്ത റാഹത്തി, വിശ്രമ സമയം, ആദത്തൻ യൂഷ്വലി, നീ സാധാരണ വിശ്രമ സമയം എവിടെയാണ് ചെലവഴിക്കുന്നത് എന്ന്. അപ്പൊ അതിന്റെ ഉത്തരം അയിന തഖ്ലി എന്ന് ഉപയോഗിക്കുമ്പോ അഖ്ലി, ഇവിടെ മുത്തകല്ലിമിന്റെ സിയാണ്. അഖ്ലി വഖ്ത റാഹത്തി, വിശ്രമ സമയം ഞാൻ ചിലവഴിക്കുന്നു, ആദത്തൻ സാധാരണയായിട്ട്, ഫിൽ ബൈത്തി വീട്ടില്. അത് വേണ്ടവർക്ക് വീട്ടിൽ, അല്ലെങ്കിൽ ഫിന്നാദി എന്ന് പറയാം, ക്ലബിൽ എന്ന് പറയാം, അല്ലെങ്കിൽ എവിടെയായാലും, അല്ലെങ്കിൽ വേറെ ഏത് സ്ഥലത്താണ്, അല്ലെങ്കിൽ ഫിൽ മൽഅബി എന്ന് പറയാം, എന്തും പറയാം. പിന്നെ അടുത്ത ഗ്രൂപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, സ്വാല് ലിമാദ. അപ്പൊ മാത കഴിഞ്ഞു, അയിന കഴിഞ്ഞു, ഇനി ലിമാദയാണ്. ലിമാദ എന്ന് പറഞ്ഞാല് വൈ. ലിമാദ യദ്ഹബു തലാമീദു ഇലൽ മദ്രസത്തി, മദ്രസയിലേക്ക് എന്തിനാണ് വിദ്യാർത്ഥികൾ പോകുന്നത്. യദ്ഹബു തലാമീദു ഇലൽ മദ്രസലി ദിറാസത്തി, പഠിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. പിന്നെ ലിമാദ യത്അബു തലാമീദു ഫി അയ്യാമി ദിറാസത്തി, പഠിപ്പുള്ള ദിവസങ്ങളില് എന്ന് പറഞ്ഞാൽ സ്കൂളുള്ള ദിവസങ്ങളില് വിദ്യാർത്ഥികള് എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടുന്നത് എന്ന്. ലിമാദ. അപ്പൊ ഈ ലിമാദ എന്ന് ചോദിച്ചാൽ, വൈ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ സാധാരണ ബിക്കോസ് നോ അല്ലെങ്കിൽ ആസ് നോ ഒക്കെയാണ് ഉത്തരം. ആസ്, ബിക്കോസ്, അല്ലെങ്കിൽ എന്തുകൊണ്ടെന്നാൽ എന്നൊക്കെയാണ് അതിന്റെ ഉത്തരമായിട്ട് വരിക. അപ്പൊ അതുപോലെ ഇവിടെയും ഈ ലിമാദ എന്നുള്ള ചോദ്യത്തിന് ഒന്നുകിൽ ലി അന്നഹും അല്ലെങ്കിൽ ലി അന്നഹ, ലി അന്ന, അല്ലെങ്കിൽ ബി അന്ന, അങ്ങനെയുള്ള ഉത്തരങ്ങളൊക്കെയാണ് സാധാരണ വരിക. അത് നമുക്ക് നോക്കാം. യതാബു തലാമീദ്, വിദ്യാർത്ഥികള് ബുദ്ധിമുട്ടുന്ന ഫി അയ്യാമി ദിറാസത്തി, സ്കൂൾ ദിവസങ്ങളില്, ലിയന്നഹും കാരണം അവര് യഫ്അലൂനൽ വാജിബ, അവര് ഹോംവർക്ക് ചെയ്യണം, വേസ്തദ്കുറൂന മെമ്മറൈസ് ചെയ്യണം, വേസ്തായിദ്ദൂൻ അലി യൗമിത്താലി, അടുത്ത ദിവസത്തേക്ക് വേണ്ടി അവര് പ്രിപ്പയർ ചെയ്യണം. അപ്പോ ഇതുകൊണ്ടൊക്കെയാണ് അവര് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ടൊക്കെയാണ് അവര് ബുദ്ധിമുട്ടുന്നത്. അപ്പൊ ഇനി അടുത്തത് ലിമാദ യദ്ഹബു ബഅദു തലാമീദി, ചില വിദ്യാർത്ഥികള്, ബഅദു തലാമീദ് എന്ന് പറഞ്ഞാൽ ചില വിദ്യാർത്ഥികള്, വൈ ദേ ആർ ഗോയിങ്, എന്തുകൊണ്ടാണ് അവർ പോകുന്നത്, ഇലൻ നാദി, ക്ലബിലേക്ക്, ഫിൽ ഇജാസത്തിൽ ഉസ്ബുഇയ്യ, വീക്ക്ലി ഹോളിഡേയ്സില്, ഇജാസത്തിൽ ഉസ്ബുഇയ്യ, വീക്ക്ലി ഹോളിഡേയ്സ്, എന്തിനാണ് ക്ലബിലേക്ക് പോകുന്നതെന്ന്, നാദി. അപ്പൊ യദ്ഹബു ബഅദുൽ തലാമീദി, ചില വിദ്യാർത്ഥികൾ പോകുന്നു, ഇലൻ നാദി, ക്ലബിലേക്ക്, ഇലൻ നാദി, ക്ലബിലേക്ക്, ഫിൽ ഇജാസത്തിൽ ഉസ്ബുഇയ്യ,
വീക്ക്ലി ഹോളിഡേയ്സില്. എന്തിന്? അപ്പൊ ഇവിടെ ഉത്തരത്തിൽ കണ്ട ലി അൻ യുഖാബില, കണ്ടുമുട്ടാൻ വേണ്ടി, ലി അൻ യുഖാബില, കണ്ടുമുട്ടാൻ വേണ്ടി, അസ്ദിഖാഅഹു, അവന്റെ ചങ്ങാതിമാരെ, വയൽഅബുമാഹും, അവരോടുകൂടി കളിക്കാനും വേണ്ടി. അപ്പൊ ഇവിടെ ലി അൻ എന്നുള്ള അത് വന്നു ഈ ലിമാദയുടെ ഉത്തരത്തില്. അപ്പൊ അങ്ങനെ ലി അന്ന, ഇവിടെ നേരത്തെ ലി അന്നഹും, ഇവിടെ ലി അൻ യുഖാബില, കണ്ടുമുട്ടാൻ വേണ്ടി. അപ്പൊ ഒരു ലാമ് അവിടെ ആ ഉത്തരത്തില് വരുന്നുണ്ട്, അത് ഓർത്തു വെക്ക. ലിമാദ യുഫദ്ദിലു ബഅദുന്നാസി, ചില ആളുകള് എന്തുകൊണ്ടാണ് പ്രിഫർ ചെയ്യുന്നത് അസ്സഫറ, യാത്രയെ, ഫിൽ ഇജാസാത്തിൽ അത്തവീല, ലോങ് ഹോളിഡേയ്സില്, ലോങ് വെക്കേഷനില് എന്തുകൊണ്ടാണ് ചില ആളുകള് യാത്ര പ്രിഫർ ചെയ്യുന്നത്? എന്റെ ഉത്തരം യുഫദ്ദിലു ബഅദുന്നാസി, ചില ആളുകള് പ്രിഫർ ചെയ്യുന്നു അസ്സഫറ ഫിൽ ഇജാസാത്തി തവീലത്തി, ലോങ് ഹോളിഡേയ്സില് യാത്രയെ പ്രിഫർ ചെയ്യുന്നു. ഇവിടെ ലി അൻ യുഖാബില, അവര് കാണാൻ വേണ്ടി, കണ്ടുമുട്ടാൻ വേണ്ടി, അഹ്ല ബിലാദിൻ ജദീദ, പുതിയ ഒരു രാജ്യത്തെ ആളുകളെ കണ്ടുമുട്ടാൻ വേണ്ടി, ഹളാറത്തിഹിം, അവരുടെ സംസ്കാരങ്ങളിലേക്ക് ഒന്ന് മിങ്കിൾ ചെയ്യാൻ, സംസ്കാരങ്ങളുമായി ഒന്ന് മിങ്കിൾ ചെയ്യാനും, വേഫമോ തരീഖത്ത് ഹയാത്തിഹിം, അവരുടെ ജീവിത രീതികളെ മനസ്സിലാക്കാനും വേണ്ടി. അപ്പൊ ഇവിടെ ലീ വന്നു. ലീ എന്ന് പറഞ്ഞാല് മാത എന്ന് പറഞ്ഞ വൈ, ലിമാത അല്ല, മാത എന്ന് പറഞ്ഞ വാട്ട്, ലിമാത എന്ന് പറഞ്ഞ വൈ. അതുപോലെ ഈ വൈ എന്നുള്ളതിന്റെ ആൻസറിൽ ഒരു ലാമ് ആൻസറിലും വരും, ലീ. പിന്നെ ലിമാത യുഹിബ്ബുന്നാസുൽ ഇജാസ, വൈ ദ പീപ്പിൾ ആർ സോ ഫോണ്ട് ഓഫ് വെക്കേഷൻ, എന്തുകൊണ്ടാണ് ജനങ്ങൾ വെക്കേഷനെ ഇഷ്ടപ്പെടുന്നത്, വെക്കേഷൻ ഹോളിഡേയ്സിനെ ഇഷ്ടപ്പെടുന്നത്? അതിന്റെ ഉത്തരം യുഹിബ്ബുന്നാസു, ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു, അൽ ഇജാസയെ, ഇജാസ എന്ന് പറഞ്ഞാല് വെക്കേഷൻ, ലികൈ യതഖല്ലസ, അവര് രക്ഷപ്പെടാൻ വേണ്ടി, മിനൽ മസ്കൂലിയാത്തി ദൗരിയ, റിക്കറിംഗ് റെസ്പോൺസിബിലിറ്റികളിൽ നിന്ന്, റിക്കറിംഗ് അതായത് തുടരെ ഉണ്ടാകുന്ന ഉത്തരവാദിത്തങ്ങളിൽ നിന്ന്, ലി തവഖുഫിൽ അജ്ഹിസത്തിൽ ജിസ്മിയ, അതായത് അവയവങ്ങളെ കുറച്ചു നേരം ഒന്ന് വിശ്രമം കൊടുക്കാൻ വേണ്ടി, അവയവങ്ങൾക്ക് വിശ്രമം കൊടുക്കാൻ വേണ്ടി, ഖലീലൻ ലി ഷഹനി താഖത്തി മിൻ ജദീദ, പുതിയ ഊർജം കരസ്ഥമാക്കാനും. അതായത് തുടരെ ഉണ്ടാകുന്ന റെസ്പോൺസിബിലിറ്റീസിൽ നിന്ന് കുറച്ചൊരു മോചനം, കുറച്ചു നേരം ഒന്ന് മോചനം കൊടുക്കാൻ വേണ്ടി. അങ്ങനെ മോചനം കൊടുക്കുമ്പോൾ എന്തുണ്ടാവും? നമുക്ക് പുതിയ എനർജി ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ വേണ്ടിയാണ്, അതുകൊണ്ടാണ് ആളുകള് ഇജാസ ഇഷ്ടപ്പെടുന്നത്. പിന്നെ അസ്ഇലതൻ അലൻ നസി, അതായത് ചോദ്യം ഉണ്ടാക്കുക, പാഠഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കുക, അതാണ് ഇതിന്റെ അർത്ഥം. മിസാല്, ഉദാഹരണം ഇവിടെ ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇസ്അൽനി ഇദാ കാനത് തലാമീദു യഖ്ലൂന അയ്യാമ ദറാസതി ഫീ തഅബിൻ, ഇസ്അൽനി, എന്നോട് ചോദിക്കാം, ഇദാ കാനത് തലാമീദു, വിദ്യാർത്ഥികളാണെങ്കിൽ, യഖ്ലൂന, അവര് ചെലവഴിക്കുകയാണെങ്കിൽ, അയ്യാമ ദറാസതി, പഠിപ്പ് ദിവസങ്ങളിൽ, ഫീ തഅബിൻ, ബുദ്ധിമുട്ടിലാണ് അവർ ചെലവഴിക്കുന്നത് എന്നുള്ള കാര്യം എന്നോട് ചോദിക്കാം എന്ന് പറഞ്ഞാ, എന്നോട് ചോദിക്കുക. അപ്പൊ അതിനൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനാ പറഞ്ഞത്. ഇങ്ങനെ ആൻസർ വരുന്ന ഒരു കാര്യത്തിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഹൽ യഖ്ലി തലാമീദു അയ്യാമ ദറാസതി ഫീ തഅബിൻ, ഒന്നതാണ്.
അയ്യാമത്ത് ദിറാസത്ത് പഠിപ്പുള്ള ദിവസങ്ങളിൽ, അതായത് വർക്കിംഗ് ഡേയ്സില് വിദ്യാർത്ഥികള് വളരെ കഷ്ടപ്പെട്ടിട്ടാണോ ആ ദിവസങ്ങൾ തള്ളി നീക്കുന്നത് എന്ന്. അപ്പൊ അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിന് ഉത്തരാണെങ്കിൽ നാം അത്തലാമീത് യഖ്ലൂന അയ്യാമ ദിറാസത്തി ഫി താബിൻ ആണ് എന്റെ ഉത്തരം. അല്ലെങ്കിൽ ഇല്ല, ഒന്നുകിലില്ല അല്ലെങ്കിൽ നാം. പിന്നെ വേറൊരു നിലക്കുള്ള ക്വസ്റ്റ്യൻ, കൈഫ യഖ്ലി തലാമീത് അയ്യാമ ദിറാസത്തി, എങ്ങനെയാണ്, കൈഫ എന്ന് പറഞ്ഞാല് എങ്ങനെ, ഹൗ, എങ്ങനെയാണ് വിദ്യാർത്ഥികള് അയ്യാമദ്രാസത്ത് കഴിച്ചു കൂട്ടുന്നത്. ഇനി തുറക്കി ഇസ്തിറാഹത്തി തലാമീദ്, വിദ്യാർത്ഥികളുടെ വിശ്രമത്തിന്റെ വഴികളെ കുറിച്ച് എന്നോട് ചോദിക്കുക. വിദ്യാർത്ഥികള് വിശ്രമിക്കുന്ന രീതികളെ കുറിച്ച് എന്നോട് ചോദിക്കുക. മിൻ താബിൽ ഉസ്ബുഈ, ആഴ്ചകളിൽ നിന്ന്, ആഴ്ചയിലുള്ള ആ ബുദ്ധിമുട്ടിൽ നിന്ന് വിദ്യാർത്ഥികള് വിശ്രമിക്കുന്ന രീതികളെ കുറിച്ച് എന്നോട് ചോദിക്കുക. അവിടെ കൈഫ എന്നുള്ളത് വെച്ചിട്ടാണ് ചോദിക്കേണ്ടത്. അപ്പോ കൈഫ യസ്തരീഹു, എങ്ങനെയാണ് അവർ വിശ്രമിക്കുന്നത്, തലാമീദ് വിദ്യാർത്ഥികൾ, മിൻ താബിൽ ഉസ്ബുഈ, വീക്ക്ലി സഫറിങ്സിൽ നിന്ന്. അപ്പൊ പഠിക്കാൻ പോലൊരു സഫറിങ്സ് ആയിട്ടാണ് നമ്മുടെ പാഠപുസ്തകം പറയുന്നത്. ഓക്കെ, എന്തായാലും വീക്കിലി സഫറിങ്സിൽ നിന്ന് എങ്ങനെയാണ് വിദ്യാർത്ഥികള് ശ്രമിക്കുന്നത്. അപ്പൊ അതാണ് ചോദ്യം. അപ്പൊ തലാമീദ് മിൻ താബിൽ ഉസ്ബുഈ ലായിബൽ കുറത്ത്, അതുപോലെ പിന്നെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോബീസ് ഒക്കെ പറഞ്ഞിട്ട് അതിന്റെ ഉത്തരം പറയാം. പിന്നെ ഇസ്അൽനി, എന്നോട് ചോദിക്കുക, അൻ തുറുഖി മുമാറസത്തി തലാമീദി ലിൽ ഹവായാതി ഫിൽ ഇജാസത്തിൽ ഉസ്ബുഇയ്യ, അൻ തുറുഖി മുമാറസത്തി തലാമീദ്, വിദ്യാർത്ഥികൾ പ്രാക്ടീസ് ചെയ്യുന്ന രീതികളെ കുറിച്ച് എന്നോട് ചോദിക്കുക. ലിൽ ഹവായാത്തി, അതായത് ഹോബീസ്, ഫിൽ ഇജാസത്തിൽ ഉസ്ബുഇയ്യ, വീക്ക്ലി ഹോളിഡേയ്സിൽ വിദ്യാർത്ഥികൾ പ്രാക്ടീസ് ചെയ്യുന്ന ഹോബികളെ കുറിച്ച് എന്നോട് ചോദിക്കുക. മാഹിയ തുറക്കു മുമാറസത്തി തലാമീദി ലിൽ ഹവായാത്തി ഫിൽ ഇജാസത്തിൽ ഉസ്ബുഇയ്യ. അപ്പൊ അതാണ് അതിന്റെ ക്വസ്റ്റ്യൻ. ഏതൊക്കെ വഴികളാണ് മാഹിയ തുർക്കും മുമാറസത്തി തലാമീദി, വിദ്യാർത്ഥികൾ പ്രാക്ടീസ് ചെയ്യുന്ന രീതികൾ ഏതൊക്കെയാണ്, ലിൽ ഹവായാത്തി ലഫി ഇജാസത്തിൽ ഉസ്ബുഇയ്യ. പിന്നെ വേറെ ഒരു രീതി കൂടി ചോദിക്കാം. കൈഫ യുമാരിസു തലാമീദു, വിദ്യാർത്ഥികൾ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, ഹവായാത്തി ഫിൽ ഇജാസത്തിൽ ഉസ്ബുഇയ്യ, വീക്ക്ലി ഹോളിഡേയ്സില് ഹോബികളെ എങ്ങനെയാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നത്. പിന്നെ വേറൊന്ന്, ഇസ്അൽനി ഇദാ കാന ബഅദു തലാമീദി യഖ്റുജൂന ഫീ റഹലത്തിൻ മഅൽ മുദർരിസ, ഇവിടെ മഅൽ മുദർരിസ എന്നാണ്. ഇദാ കാന ബഅദു തലാമീദി, ചില വിദ്യാർത്ഥികള്, യഖ്റുജൂന, അവര് പോകുന്നു, ഫീ റഹലത്തിൻ, യാത്ര പോകുന്നു, മഅൽ മുദർരിസ, മുദർരിസയോടുകൂടി, ടീച്ചറുടെ കൂടെ അവർ യാത്ര പോകുന്നു, അതിനെക്കുറിച്ച് എന്നോട് ചോദിക്കാം. അപ്പൊ ഇവിടെ മാമൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മാമൻ, ആരോട് കൂടെയാണ് വിദ്യാർത്ഥികൾ പോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ അത് മൻ യഖ്റുജു തലാമീദ് ഫീ റഹലത്തിഹിം, ആരോട് കൂടെയാണ് വിദ്യാർത്ഥികള് അവരുടെ യാത്രയില് ആരോട് കൂടെയാണ് പോകുന്നത് എന്നാണ്. മാമൻ വിത്ത് ഹും, ആരോടുകൂടെ, അതാണ് അവിടുത്തെ ചോദ്യ ഇസ്തിഫാമിന്റെ അദാത്ത്. പിന്നെ അസ്സബബ, കാരണം എന്നോട് ചോദിക്കുക. ഫി അന്ന ബഅദന്നാസി, ചില ജനങ്ങള്, യുഫദ്ദിലൂന അസ്സഫറ, അവര് യാത്രയെ പ്രിഫർ ചെയ്യുന്നു, ഫിൽ ഇജാസത്തി തവീല, ലോങ് ഹോളിഡേയ്സില്. അപ്പൊ ലോങ് ഹോളിഡേയ്സിൽ ചില ആളുകൾ യാത്ര വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്
എടുക്കാനുള്ള കാരണം എന്താണെന്ന് എന്നോട് ചോദിക്കാം. അപ്പൊ അതില് 3 തരത്തില് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. ലിമാത ഒന്ന് വൈ എന്നുള്ളതില്, മാത വാട്ട്, പിന്നെ മത്ത വെൻ എപ്പോൾ. ഇങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആദ്യത്തെ മത്ത യുഫല്ലിലു ബാലുന്നാസി സഫറ. മത്ത എപ്പോഴാണ് ബാലുന്നാസി സഫറിനെ പ്രിഫർ ചെയ്യുന്നത്? മത്ത. അപ്പൊ ഇവിടെ മത്ത എന്ന് പറഞ്ഞാൽ എപ്പോൾ എന്നുള്ളത് ഈ ഇതിലുണ്ട്. ഈ ഫിൽ ഇജാസാത്തി തവീല, ലോങ് ഹോളിഡേയ്സിൽ. അവിടെ മത്തക്കുള്ള ആൻസർ നമ്മൾ എഴുതുകയാണെങ്കിൽ ഫിൽ ഇജാസാത്തി തവീല. അപ്പൊ ഈ 3 ചോദ്യത്തിനും ഉത്തരങ്ങൾ ഇതിൽ തന്നെ ഉണ്ട് എന്ന് പറയണം. പിന്നെ ലിമാദ യുഫല്ലിലു ബാലുന്നാസി, എന്തുകൊണ്ടാണ് ചില ആളുകൾ ഇഷ്ടപ്പെടുന്നത് അസ്സഫറ ഫിൽ ഇജാസാത്തി തവീല, ലോങ് ഹോളിഡേയ്സിൽ സഫറിനെ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? കാരണം അതിന്റെ ഉത്തരം ഇതിലില്ല, പക്ഷെ പാഠഭാഗത്തുണ്ട്. എന്തുകൊണ്ടാണ് പിന്നെ ലോങ് ഹോളിഡേയ്സിൽ സഫറിനെ പ്രിഫർ ചെയ്യുന്നത്? മുക്കാബിലത്തി ബിലാദിൻ ജദീദ والاطلاع على حضارتهم وطريقة حياتهم എന്നുള്ള ഉത്തരമാണ് അതിൽ ഉണ്ടാവുക. പിന്നെ മാതാ യുഫല്ലിലു ബാദുന്നാസി ഫിൽ ഇജാസത്തി തവീല, എന്താണ് ഇജാസത്ത് തവീല, ലോങ് ഹോളിഡേയ്സിൽ ചില ജനങ്ങള് ഇഷ്ടപ്പെടുന്നത്? അപ്പൊ എന്താണെന്നുള്ളതിന്റെ അർത്ഥം ഇവിടെ യുഫല്ലിലൂന അസ്സഫറ, ഇവിടെ അതിന്റെ ഉത്തരം ഇതാണ്, സഫർ ഇഷ്ടപ്പെടുന്നു. പിന്നെ തംരീൻ 4, 4ാമത്തെ തംരീനാണ്. അപ്പോ പിന്നെ ഇർബത്ത് ബൈനൽ ജുമലില്ലാത്തിയ, താഴെ പറയുന്ന സെന്റൻസസിന്റെ ഇടയ്ക്ക് യോജിപ്പിക്കുക. മുസ്തഖ്ദമൻ ഇന്തമ ഉപയോഗിച്ചിട്ട്, മുസ്തഖ്ദമൻ ഇന്തമ എന്നുള്ള ആ വാക്ക് ഉപയോഗിച്ചിട്ട്, കമാഫിൽ മിസാലി, താഴെ പറയുന്ന ഉദാഹരണത്തിലുള്ളത് പോലെ. അപ്പോ 2 സെന്റൻസിന്റെ ഇടയ്ക്ക് ഇന്തമ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ട് തലാമീദു, വിദ്യാർത്ഥികളും മടങ്ങുന്നു, ഇലാ ബുയൂത്തിഹിം, അവരുടെ വീടുകളിലേക്ക്. അതൊരു സെന്റൻസാ. യഊദു തലാമീദു ഇലാ ബുയൂത്തിഹിം, അവരുടെ വീടുകളിലേക്ക് വിദ്യാർത്ഥികൾ അവരുടെ വീട്ടിലേക്ക് പോകുന്നു, മടങ്ങി പോകുന്നു സ്കൂളിൽ നിന്ന്. അതൊരു സെന്റൻസ് ആണ്. എന്നിട്ട് യജ്തഹിദു തലാമീദു ഫി അദാഇൽ വാജിബി, ഹോംവർക്ക് ചെയ്യാൻ വിദ്യാർത്ഥികള് വളരെ കഠിനാധ്വാനം ചെയ്യുന്നു. അത് 2ാമത്തെ സെന്റൻസ് ആണ്. ഈ 2 സെന്റൻസും കൂടി ഇന്തമ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് യോജിപ്പിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് അതിന്റെ ഇത് എഴുതിയിട്ടുള്ളത്. ഇന്തമ യഊദു തലാമീദു ഇലാ ബുയൂത്തിഹിം, വിദ്യാർത്ഥികൾ വീടുകളിലേക്ക് മടങ്ങി വന്നാൽ ഇന്തമ യജ്തഹിദൂന ഫി അദാഇൽ വാജിബി, ഹോംവർക്ക് ചെയ്യാൻ അവര് കഠിനമായി പരിശ്രമിക്കുന്നു. പിന്നെ തദ്ഹബുൽ ആമിലാത്തു, ആമിലാത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ മുഅന്നസ്, ജമ്മു മുഅന്നസ് ആണ്. അപ്പൊ ഇവിടെ ദഹബ, തദ്ഹബു, പിന്നെ മുളാരിഅ ഫിയല് തദ്ഹബു ആയി, അതിനെ ഫെമിനിൻ ജെൻഡർ ആക്കണമല്ലോ. അപ്പൊ തദ്ഹബുൽ ആമിലാത്തു ഇലാ മസ്നഇഹിന്ന, ഹുവ ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന, മസ്നഇഹിന്ന, അവരുടെ ഫാക്ടറികളിലേക്ക്. ഇവിടെ മസ്നഇന്നാണ്, അവിടെ ടൈപ്പിംഗ് എറർ ഉണ്ട്. അതെല്ലാവരും കറക്റ്റ് ആക്കിയിട്ട് വായിക്കണം. ഇല്ല മസ്നഇന്നല്ല, മസ്നഇഹിന്ന എന്ന് വേണം. അവരുടെ ഫാക്ടറികളിലേക്ക് അല്ലെങ്കിൽ ജോലി സ്ഥലത്തേക്ക് ആമിലാത്ത്, ജോലി ചെയ്യുന്ന സ്ത്രീകള് പോകുന്നു എന്നാണ്.
അതൊരു സെന്റൻസ്. തസ്തരിക്കുൽ ആമിലാത്ത് എന്നിട്ട് ആമിലാത്ത് തസ്തരിക്കു അവര് പങ്കു ചേരുന്നു. തസ്തരിക്കു അവര് പങ്കു ചേരുന്നു. അല്ല ആമിലാത്ത്, ആമിലാത്ത് എന്ന് പറഞ്ഞാല് ജോലി ചെയ്യുന്ന സ്ത്രീകള്. ഫി അമലിൽ മലാബിസി വസ്ത്രങ്ങളുടെ ജോലികളിൽ എന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്ന ജോലി ആയിരിക്കും. ജോലികളിൽ അവര് പങ്കുചേരുന്നു. ഈ രണ്ട് സെന്റൻസ് എങ്ങനെയാണ് യോജിപ്പിക്കുക? യോജിപ്പിച്ചത് എങ്ങനെയാണ്? ഇന്തമാ തദ്ഹബുൽ ആമിലാത്തു, ആമിലാത്ത് പോയാൽ ഇലാ മസ്നായി ഹിന്ന. കണ്ട, ഇങ്ങനെയാണ് വേണ്ടത്. ഈ ഹിന്നയാണ് ഇവിടെ വേണ്ടത്. അത് എല്ലാവരും മനസ്സിലാക്കുക. ഇലാ മസ്നായി ഹിന്ന, അവരുടെ വീടുകളിലേക്ക്. തസ്തരിക്കൂന, അവര് പങ്കുചേരുന്നു. ഫിയാമിലിൽ മലാബിസി. അപ്പൊ ഇന്ദമ അവിടെ ചേർത്തിട്ട് പിന്നെ എന്താ ഉണ്ടായത്? പിന്നെ ഈ സെന്റൻസ് ഒന്നാക്കുമ്പോ ഈ രണ്ടാമത്തെ ഈ ആമിലാത്ത് ഉണ്ടല്ലോ, അല്ല ആമിലാത്ത്, അത് ഇവിടുന്ന് മാറ്റും. അതിന്റെ ആവശ്യമില്ല. പിന്നെ ഈ തസ്തരിക്കു എന്നുള്ളത് ഇതുപോലെ ജമ്മാക്കും. അതായത് ആമിലാത്ത് എന്നുള്ളത് മുന്നിൽ വന്നതുകൊണ്ട് ഈ തസ്തരിക്കു എന്നുള്ളതിനെ തസ്തരിക്കൂന എന്നാക്കും, ജമ്മാക്കും. അതാണ് ഈ മാറ്റം ഉള്ളത്. ആമിലാത്ത് രണ്ടാമത്തെ സെന്റൻസിലെ അല്ല ആമിലാത്ത് ഇല്ല. ഈ തസ്തരിക്കു എന്നതിനെ ജമ്മാക്കും. ഇവിടെ ഈ ബുക്കിൽ കൊടുത്ത ഉദാഹരണത്തിലും അങ്ങനെ തന്നെയല്ലേ. യഊദു തലാമീദു ഇലാ ബുയൂത്തിഹിം യജ്തഹിദു തലാമീദു ഫി അദാഇൽ വാജിബി. അപ്പൊ ഇവിടെ എന്തമാ യഊദു തലാമീദു ഇലാ ബുയൂത്തിഹിം, ആദ്യത്തെ സെന്റൻസിന്റെ മുന്നിൽ എന്തമാ ചേർക്കുക. എന്നിട്ട് രണ്ടാമത്തെ സെന്റൻസിൽ നിന്ന് യജ്തഹിദു എന്നുള്ളത് ഇവിടെ യജ്തഹിദൂനായി. ഈ തലാമീദ് വേണ്ട. അതാണ്, അങ്ങനെയാണ് ഈ സെന്റൻസിന്റെ ഘടന. പിന്നെ യസുലുൽ കശാഫൂന ഇലാ മാസ്കരിഹിം. യസുലുൽ കശാഫൂന, കശാഫൂന എന്ന് പറഞ്ഞാല് സ്കൗട്ട്സ് എത്തിച്ചേരുന്നു. ഇലാ മാസ്കരിഹിം, അവരുടെ ക്യാമ്പിലേക്ക്. മാസ്കർ എന്ന് പറഞ്ഞാൽ ക്യാമ്പില്, പട്ടാളക്കാരുടെ ക്യാമ്പിനൊക്കെ മാസ്കർ എന്ന് പറയും. അവരുടെ ക്യാമ്പിലേക്ക് സ്കൗട്ട്സ് എത്തുന്നു. എന്നിട്ട് യൻഷത്തുൽ കശാഫൂന, സ്കൗട്ട്സ് ഒരു ആക്റ്റീവ് ആകുന്നു. ഫി ഇഖാമത്തിൽ ഖയാമി, ഹൈമകള് ഉറപ്പിക്കുന്നതിൽ, അതായത് ടെന്റ് കെട്ടുന്നതിൽ അവര് വളരെ ആക്റ്റീവ് ആകുന്നു. അപ്പോ അവരുടെ മാസ്കർ അവരുടെ ക്യാമ്പുകളിലേക്ക് എത്തി അവര് ടെന്റ് കെട്ടുന്നു എന്നാണ്. അപ്പൊ ഇന്ദമായ കശാഫൂന ഇലാ മാസ്കരിഹിം. അപ്പോ പിന്നെ അടുത്ത അതിന് യൻസുത്തൂന ഫി ഇഖാമത്തിൽ ഖയാം. പിന്നെ തർജഉൽ ഉമ്മഹാത്തു ഇലാ ബുയൂത്തിഹിന്ന, തർജഉൽ ഉമ്മഹാത്തു, ഉമ്മമാര് മടങ്ങി വരുന്നു. ഇലാ ബുയൂത്തിഹിന്ന, അവരുടെ വീടുകളിലേക്ക്. എന്നിട്ടോ തബ്ദഉൽ ഉമ്മഹാത്തു ഫി ഇദാദി തആമി, അങ്ങനെ ഉമ്മമാര് ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങുന്നു. അപ്പൊ അതിപ്പോ എങ്ങനെയാണ്? ഇൻദമാ തർജഉൽ ഉമ്മഹാത്തു ഇലാ ബുയൂത്തിഹിന്ന തബ്ദഊന ഫി ഇദാദി തആമി, അങ്ങനെയാണ് അത് യോജിപ്പിച്ചിട്ടുള്ളത്. പിന്നെ അടുത്ത എക്സസൈസ്, ഹവ്വൽ ജുമലൽ ആതിയ കമാ ഫിൽ മിസാലി. താഴെ പറയുന്ന സെന്റൻസുകളെ ഹവ്വൽ എന്ന് പറഞ്ഞാല് തെറ്റിക്കുക എന്ന് പറഞ്ഞാല് ഈ താഴെ പറഞ്ഞ പോലെ അതിനെ ഒന്ന് ചേഞ്ച് വരുത്തുക. എന്താണ് നമുക്ക് നോക്കുക. യസ്ഹബു ബഅ്ദു തലാമീദി, ചില വിദ്യാർത്ഥികള് അനുഗമിക്കുന്നു. ഉസ്റത്തഹു, അവന്റെ കുടുംബത്തെ.
ലിസിയാറത്തിൽ അക്കാരിബി അടുത്ത ബന്ധുക്കളെ സന്ദർശിക്കാൻ. അപ്പൊ അടുത്ത ബന്ധുക്കളെ സന്ദർശിക്കാൻ വേണ്ടി പോകുമ്പോ അവന്റെ കുടുംബത്തെ അനുഗമിക്കുന്നു ചില വിദ്യാർത്ഥികൾ. അപ്പൊ ഇവിടെ ഇപ്പോ ബാലു തലാമീദി ചില വിദ്യാർത്ഥികള് എന്നുള്ള ഇത് വന്നു. അപ്പൊ അതിന് ഇങ്ങനെ അതിന് തെറ്റിച്ചെഴുതാനാ പറഞ്ഞത്. മിനത്തലാമീദി വിദ്യാർത്ഥികളിൽ നിന്ന് മൻ ചിലര്, അത് ഇങ്ങനെ ആക്കാനാ പറഞ്ഞത്. മിനത്തലാമീദി വിദ്യാർത്ഥികളിൽ നിന്ന്, മിനത്തലാമീദി വിദ്യാർത്ഥികളിൽ നിന്ന് മൻ ചിലര് യസ്ഹബു ഉസ്റതഹു അവന്റെ കുടുംബത്തെ അനുഗമിക്കുന്നു ലിസിയാറത്തിൽ അക്കാരിബി. അപ്പൊ ഇങ്ങനെയാണ് ഇത്. ഈ ഇവിടെ ബാലുത്തലാമീദി എന്നുള്ളത് ഇങ്ങനെ ആക്കി മാറ്റാനാണ് പറയുന്നത്. മിനത്തലാമീദി മൻ, ഇവിടെ വിദ്യാർത്ഥികളിൽ നിന്ന് അർത്ഥമൊക്കെ ഒന്ന് തന്നെ, ബാലുത്തലാമീദി ചില വിദ്യാർത്ഥികള്. പക്ഷെ അത് ഇങ്ങനെ ആക്കി മാറ്റുമ്പോ മിനത്തലാമീദി മൻ വിദ്യാർത്ഥികളിൽ നിന്ന് ചിലര് എന്നുള്ള അർത്ഥം വരും. അപ്പൊ ഇങ്ങനെ ആക്കി മാറ്റാനാ പറഞ്ഞത്. അപ്പൊ അത് താഴെ പറയുന്നത് എല്ലാതും ഇങ്ങനെ ആക്കി മാറ്റാനാ പറഞ്ഞത്. ഞാൻ ആക്കിയിട്ടുണ്ട്. അപ്പൊ യുഈനു ബഅ്ദുൽ മുഅല്ലിമീൻ ചില അധ്യാപകരെ സഹായിക്കുന്നു തലാമീദഹും അവരുടെ വിദ്യാർത്ഥികളെ അലാ തിലാവത്തിൽ ഖുർആൻ ഓതുന്നതിന്റെ മേലെ സഹായിക്കുന്നു. അതെങ്ങനെ അങ്ങനെ ആക്കുക? അപ്പൊ മിനൽ മുഅല്ലിമീന മൻ യുഈനു തലാമീദഹും അലാ തിലാവത്തിൽ ഖുർആൻ, അതാണ്. പിന്നെ തുസായിദു ബഅ്ദുൽ ബനാത്തി ഉമ്മഹാത്തിഹിന്ന ഫീ ഇഅദാദിൽ മാഇദ, മായിദ ഒരുക്കുന്നതില്, അതായത് ഭക്ഷണമേശ ഒരുക്കുന്നതില് ഉമ്മഹാത്തിന് ചില മക്കള് പെൺമക്കള് സഹായിക്കുന്നു. തുസായിദു ബഅ്ദുൽ ബനാത്തി, അതുപോലെ മിനൽ ബനാത്തി മൻ, ഇവിടെ ബനാത്ത് ഫെമിനിൻ ജെൻഡർ ആയതുകൊണ്ടാണ് ഇവിടെ തുസായിദു. അപ്പോ മിനൽ ബനാത്തി മൻ ചില പെൺമക്കളിൽ നിന്ന് ചിലര്, മൻ ചിലര് തുസായിദു ഉമ്മഹാത്തിഹിന്ന അവരുടെ ഉമ്മമാരെ സഹായിക്കുന്നു. ഫീ ഇഅദാദിൽ മാഇദത്തി തീന്മേശ ഒരുക്കുന്നതിൽ, അല്ലെങ്കിൽ ഡൈനിങ് ടേബിള് ഒരുക്കുന്നതിൽ. പിന്നെ യുർസിലു ബഅ്ദുൽ ആബാഇ ചില വാപ്പമാര് അയക്കുന്നു ഔലാദഹും അവരുടെ മക്കളെ ലിദിറാസത്തി തിബ്ബി മെഡിസിൻ പഠിക്കാൻ വേണ്ടി. തിബ് എന്ന് പറഞ്ഞാൽ ദിറാസത്തു തിബ് മെഡിസിൻ പഠിക്കുക. അപ്പൊ മെഡിസിൻ പഠിക്കാൻ ചില വാപ്പമാര് അവരുടെ കുട്ടികളെ മെഡിസിൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്നു. അപ്പൊ അതിന് നമ്മൾ ഇങ്ങനെ ചേഞ്ച് ആക്കുമ്പോ മിനൽ ആബാഇ ഉപ്പമാരിൽ നിന്ന് പിതാക്കളിൽ നിന്ന് മൻ ചിലര്, അങ്ങനെയാണ് അത് വരിക. യുർസിലു ഔലാദഹും അവരുടെ കുട്ടികളെ അയക്കുന്നു ലിദിറാസത്തി ത്വബി. പിന്നെ ഇത് യുഇദ്ദു ബഅ്ദുൽ മുദർരിസീന ചില അധ്യാപകര് അവരുടെ റെഡിയാക്കുന്നു, ചില അധ്യാപകര് പ്രാപ്തരാക്കുന്നു. ഇവിടെ യുഇദ്ദു എന്ന് പറഞ്ഞാല് പ്രിപ്പയർ ചെയ്യാന്ന അർത്ഥം. പക്ഷെ ഇവിടെ തലാമീദഹും അവരുടെ വിദ്യാർത്ഥികളെ പ്രിപ്പയർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ റഹലത്തുൽ ഹയാത്തി ജീവിത വഴികളിലേക്ക്. അപ്പൊ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നു എന്ന് നമ്മൾ അർത്ഥം പറഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ ഇവിടെ ഇത് പ്രാപ്തരാക്കുന്നു എന്നുള്ള അർത്ഥമാണ് ഇവിടെ വരിക. അപ്പൊ യുഇദ്ദു ബഅ്ദുൽ മുദർരിസീന ചില അധ്യാപകരെ പ്രാപ്തരാക്കുന്നു തലാമീദഹും അവരുടെ വിദ്യാർത്ഥികളെ റഹലത്തുൽ ഹയാത്തി ജീവിത എന്ന് പറഞ്ഞാൽ എങ്ങനെ ജീവിക്കാനുള്ള ഒരു ആ വഴി അവർക്ക് കാണിച്ചു കൊടുത്ത് അവരെ പ്രാപ്തരാക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ആശയം.
ലി റഹ്ലത്തുൽ ഹയാത്തി യാത്രയിലേക്ക് അവര് പ്രാപ്തരാക്കുന്നു. അപ്പൊ ഇവിടെ നമ്മുടെ വിഷയം മിനൽ മുദർരിസീന മൻ, അതന്നെ യുഇദ്ദു തലാമീദഹും ലി റഹ്ലത്തുൽ ഹയാ. ഇനി വേറെ തരത്തില് കവ്വിൻ ജുംലൻ മുഫീദത്തൻ, മുഫീദായ ജുംല എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സെന്റൻസ് ഉണ്ടാക്കാനാ പറഞ്ഞു. മുസ്തഈനം ബിൽ കലിമാത്തില്ലാത്തിയ താഴെ പറയുന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ട് കമാഫിൽ മിസാലി ഉദാഹരണത്തിൽ ഉള്ള പോലെ കവ്വിൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക, മേക്ക് ജുമലൻ മുഫീദത്തൻ മീനിങ് ഫുൾ സെന്റൻസ്, മുസ്തഈനൻ യൂസിങ്, ബിൽ കലിമാത്തിൽ ആത്തിയ ഫോളോയിങ് സെന്റൻസ്, കമാഫിൽ മിസാലി ആസ് ഇൻ ദ എക്സാമ്പിൾ. അപ്പൊ ഉദാഹരണം യുഫദ്ദിലു അൽ ഹവായാത്ത് അൽ മുറാസില, ഇങ്ങനെയാണ് ഈ 3 കലിമത്തുകളാണ് ഉള്ളത്. പിന്നെ ഇവിടെ അന എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അന ആവുമ്പോ ഇവിടെ ഫിയല് മുത്തകല്ലിമിന്റെ സിയലായിരിക്കണം എന്നുള്ള സൂചനയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, അന. അപ്പോ ഇവിടെ യുഫദ്ദിലു എന്ന് പറഞ്ഞാല് ഇത് വായിബ് മുദക്കറാണ്. അപ്പോ ഇതാണ് ഇവിടുത്തെ ഫിയല് യുഫദ്ദിലു. അപ്പൊ ഈ യുഫദ്ദിലുനെ നമ്മള് മുതകല്ലിമിന്റെ സിയൽക്കാക്കണം, അത് ഉഫദ്ദിലു എന്നാക്കണം, ഉഫദ്ദിലു എന്നാക്കണം. പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഉഫദ്ദിലുൽ ഹവായാത്തി, ഹവായാത്തിനെ ഞാൻ പ്രിഫർ ചെയ്യുന്നു, മിസ്ലൽ മുറാസലത്തി, മുറാസിലത്ത് പോലത്തെ ഹുവായാത്തിനെ ഞാൻ പ്രിഫർ ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഉഫദ്ദിലു, അപ്പൊ അന എന്നിവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഈ ഫിയലിനെ നമ്മൾ മുത്തകല്ലിമിന്റെ സിയലിക്ക് മാറ്റണം എന്നാണ്. അപ്പൊ അത് ശ്രദ്ധിക്കാതെ പോകരുത്. അപ്പൊ ഉഫദ്ദിലുൽ ഹവായാത്തി, ഹോബികളെ ഞാൻ പ്രിഫർ ചെയ്യുന്നു, മിസ്ലൽ മുറാസിലത്തി, മുറാസിലത്ത് പോലെയുള്ള ഹോബികളെ, കറസ്പോണ്ടൻസ്, എഴുത്ത്. അപ്പൊ പല ഹോബികളുണ്ടല്ലോ. അപ്പോ ഇങ്ങനെയുള്ള ഈ മുറാസിലത്ത് പോലെയുള്ള ഹോബികളെ ഞാൻ ഇഷ്ടപ്പെടുന്നു. പിന്നെ ഇവിടെ യുഹിബ്ബു അൽ അൽആബ് കുറത്തുസില, അവിടെ ബ്രാക്കറ്റിൽ ഹുവ എന്നാണ്. ഹുവ എന്ന് പറഞ്ഞാല് മുദക്കർ വായിബാണ്, ഹുവ അവൻ. അപ്പൊ ഇവിടെ യുഹിബ്ബു എന്നുള്ളത് യുഹിബ്ബു തന്നെ, കാരണം യുഹിബ്ബു മുദക്കർ വായിബാണ്, അതിന്റെ സിയ യുഹിബ്ബു. അപ്പൊ യുഹിബ്ബുൽ അൽആബ മിസ്ല കുറത്തുസില, കുറത്തുസില പോലത്തെ എന്ന് പറഞ്ഞാല് കുറത്തുസില എന്താണ്, ബാസ്കറ്റ് ബോൾ പോലത്തെ കളികള് അവൻ ഇഷ്ടപ്പെടുന്നു. യുഹിബ്ബു അൽ-അലാബ മിസ്ല, ഒരു മിസ്ല ഇവിടെ ഇടയിൽ ചേർക്കുന്നുണ്ട്, മിസ്ല കുറത്തുസില്ല, അല്ലാബ് മിസ്ല കുറത്തുസില്ല. പിന്നെ ഇവിടെ യുഫദ്ദിലു അൻ-നശാത അസ്-സഹാഫ, ഇവിടെ നഹ്നു ആണ് കൊടുത്തിട്ടുള്ളത്. നഹ്നു എന്ന് പറയുമ്പോ മുത്തകല്ലിമിന്റെ സിയാണ്, പക്ഷെ അത് ബഹുവചനാണ്. ഇവിടെ ഇതില് അന കൊടുത്തു, അന എന്ന് പറഞ്ഞാല് ഏകവചനാണ്. ഇവിടെ നഹ്നു മുതകല്ലിമിന്റെ സിയയില് ബഹുവചനാണ്. അപ്പൊ ഇവിടെ ഈ യുഫദ്ദിലുനെ നുഫദ്ദിലു ആക്കണം, നുഫദ്ദിലു, അതാണ് ഇവിടുത്തെ ചേഞ്ച്. നുഫദ്ദിലു അൻ-നശാത മിസ്ല സഹാഫ, ആക്ടിവിറ്റീസ് ഞാൻ പ്രിഫർ ചെയ്യുന്നു. നുഫദ്ദിലു നശാത, ആക്ടിവിറ്റിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു. മിസ്ല സഹാഫ, ജേർണലിസം പോലെയുള്ള ആക്ടിവിറ്റീസിന് ഞാൻ ഇഷ്ടപ്പെടുന്നു. ഞങ്ങൾ നുഫദ്ദിലു ആണ് വേണ്ടത്. അതാ ഇതവിടെ നുഫദ്ദിലു അൻ-നശാത മിസ്ല സഹാഫ. പിന്നെ ഇവിടെ യുഹിബ്ബു കൊടുത്തിട്ടുണ്ട്, അൽ ഹവായാത്ത് കൊടുത്തിട്ടുണ്ട്, റസ്മു കൊടുത്തിട്ടുണ്ട്. ഇവിടെ അന്ത എന്നാണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. അന്ത എന്ന് പറഞ്ഞാൽ എന്താ, നീ എന്നുള്ള അർത്ഥമാണ്.
അന്ത നീ. അപ്പൊ യുഹിബു എന്നുള്ളത് പറ്റില്ല. കാരണം യുഹിബു എന്താ, യുഹിബുവിന്റെ സീഗ ഹുവയാണ്. അപ്പൊ ഇവിടെ ആ, എന്താക്കണം, എന്താവുമ്പോ തുഹിബു, തുഹിബുൽ ഹവായാത്തി മിസ്ല റസ്മി. അപ്പൊ ഇവിടെ ആ, നീ എന്താന്ന് പറഞ്ഞാൽ നീയാണ്. നീ റസ്മ ഡ്രോയിങ് പോലത്തെ ഹോബികളെ ഇഷ്ടപ്പെടുന്നു എന്നിപ്പോ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? നീ ഇഷ്ടപ്പെടുന്നു. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കാര്യം ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് മുന്നിൽ ചേർക്കാം. ആ, ഹൽ അന്ത തുഹിബു, ഹൽ അന്ത തുഹിബുൽ ഹവായാത്തി മിസ്ല റസ്മി. നീ റസ്മ പോലത്തെ ഹോബികളെ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? അല്ലാതെ ഹല്ലില്ലാതെ ഇപ്പൊ എങ്ങനെ നമ്മള് പറയാ അന്ത തുഹിബുൽ ഹവായാത്തി മിസ്ല റസ്മി, നീ ഡ്രോയിങ് പോലത്തെ ഹവായത്തിന് ഇഷ്ടപ്പെടുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറയാം. നീ ഇഷ്ടപ്പെടുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മള് അവനോട് ചോദിക്കാണ്, ഹൽ അന്ത, നീ തുഹിബു, നീ ഇഷ്ടപ്പെടുന്നോ അൽ ഹവായാത്ത് മിസ്ല റസ്മി, ഡ്രോയിങ് പോലത്തെ ഹോബികളെ. പിന്നെ ഇവിടെ യുഫദ്ദില് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബ്രാക്കറ്റിൽ ഹിയാണ് കൊടുത്തിട്ടുള്ളത്. ഹിയ, ഹിയ എന്ന് പറഞ്ഞാൽ എന്താ, അവൾ, അവൾ എന്നുള്ള അർത്ഥമാണ്. ഹിയ അവൾ, അതായത് പിന്നെ മുസന്ന, മുഅന്നസ്, മുഅന്നസ് വായിബാണ്, മുഅന്നസ് വായിബാണ് ഇവിടെ ഹിയ. അപ്പൊ ഇവിടെ യുഫദ്ദിലുമാണ് ഫിയല്. ഇവിടെ യുഫദ്ദിലൂനെ അപ്പോ മുഅന്നസ് ആക്കണം. മുഅന്നസ് ആക്കുക എങ്ങനെ? തുഫദ്ദിലു, തുഫദ്ദിലു ആണ് മുഅന്നസ്, മുഅന്നസ് വായിബാണ്. ഈ മുഅന്നസ് വായിബായ കാരണം തുഫദ്ദിലു. ഇനി മുഅന്നസ് ഹാദിറാണെങ്കിലോ തുഫദ്ദിലീന എന്ന് വരും, ഏകവചനം. അപ്പൊ ഇവിടെ തുഫദ്ദിലു മുഅന്നസ് വായിബ്, തുഫദ്ദിലുൽ ജമാഅത്തി, ജമാഅത്തിനെ അവൾ പ്രിഫർ ചെയ്യുന്നു. തുഫദ്ദിലുൽ ജമാഅത്തി, ജമാഅത്തിനെ അവൾ ഇഷ്ടപ്പെടുന്നു, അവൾ പ്രിഫർ ചെയ്യുന്നു. മിസ്ല തദ്ബീറുൽ മൻസിലി, തദ്ബീറുൽ മൻസിൽ പോലത്തെ ജമാഅത്തിന്. എന്താ ഇവിടെ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ? ഇവിടെ നമുക്ക് പെട്ടെന്ന് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ വളരെ പ്രയാസമാവും. ഇവിടെ അൽ ജമാഅത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആണ്, ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്. യുഫദ്ദിലുൽ ജമാഅത്തി, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഞാൻ അവൾ പ്രിഫർ ചെയ്യുന്നു. മിസ്ല തദ്ബീറുൽ മൻസിലി, ഹോം എക്കണോമിക്സ് പോലത്തെ, ഹോം എക്കണോമിക്സ് പോലത്തെ. തദ്ബീറുൽ മൻസിലി എന്ന് പറഞ്ഞാൽ ഹോം മാനേജ്മെന്റ് ആണ്, ഹോം മാനേജ്മെന്റിൽ പെടുന്നതാണ് ഹോം എക്കണോമിക്സ് ഒക്കെ, ഹോം എക്കണോമിക്സ് ഒക്കെ. അപ്പോ ഇവിടെ വീട്ടിനെ നിയന്ത്രിക്കുക എന്നുള്ള വിഷയം പോലത്തെ ഒരു ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള അങ്ങനത്തെ ഒരു സബ്ജക്റ്റിനെ ഞാൻ പ്രിഫർ ചെയ്യുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ നുഫദ്ദിലുൽ ജമാഅത്തി മിസ്ല തദ്ബീറുൽ മൻസിലി, തദ്ബീറുൽ മൻസിൽ പോലത്തെ ഈ വിഷയം ഞാൻ പ്രിഫർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇനി ഇൻഷാ അല്ലാഹ് പരീക്ഷയ്ക്ക് മുമ്പ് ചിലപ്പോ 2 വീഡിയോകളും ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഏതായാലും ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അപ്പൊ എനിക്ക് ഒന്ന് കൂടുതൽ ഊർജം കിട്ടും. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.